എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന രക്തമാണ്. ആ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നത് മാത്രമല്ല, ദൈവികമായ സകല അവകാശങ്ങളും നമുക്ക് ദൈവം നൽകി തരികയാണ്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് നിങ്ങൾ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും നിങ്ങളുടെ ഓരോ വിഷയത്തിന്റെ മേലും ദൈവം നൽകി തരട്ടെ. എഫെസ്യ ലേഖനം 1:7 എഴുതിയിരിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ട്. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പാപത്തിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുക്കുകയായിരുന്നു. 1 പത്രോസ് 1:18 എഴുതിയിരിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്തിരിക്കുക. എവിടേക്ക്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. എവിടെ നിന്ന്? പാപത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു, മരണത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു, പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഈ വീണ്ടെടുപ്പ് നാം പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ വകയായി നാം മാറുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ശാപങ്ങളൊക്കെ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ശരിക്കും വില കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. പിശാചിനെ പേടിക്കണ്ട, മരണത്തെ പേടിക്കണ്ട, രോഗത്തെ പേടിക്കണ്ട, നാശങ്ങളെ പേടിക്കണ്ട, അനർത്ഥങ്ങളെ പേടിക്കണ്ട. വില കൊടുത്തു കഴിഞ്ഞു യേശുവിന്റെ രക്തം. റോമാലേഖനം 3:25 എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ, ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ മരണം മൂലം, യേശുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്ന തന്റെ മരണം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആരിത് വിശ്വസിക്കുന്നു, യേശുവിന്റെ മരണം വിശ്വസിക്കുന്നു, അവർക്ക് വേണ്ടി ഇത് പ്രായശ്ചിത്ത രക്തമാ, വിലയാണ് കൊടുക്കുന്നു. ഹല്ലേലൂയ. വില കൊടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടുവാൻ ആരുമില്ല, എനിക്കൊരു അവകാശവും നന്മയും ലഭിക്കുകയില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കണ്ട, ഭാരപ്പെടണ്ട. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്കൊരു വീണ്ടെടുപ്പ് ദൈവം നൽകിയിട്ടുണ്ട്. ആ വീണ്ടെടുപ്പിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ നിന്നും, പിതാവായ ദൈവത്തിൽ നിന്നും സകല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. യേശുവിന്റെ രക്തം നിങ്ങളെ വില കൊടുത്ത് വീണ്ടെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? സാത്താന്റെ ലോകത്തിൽ നിന്നും ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. കൊലോസ്യ ലേഖനം 1:12 എഴുതിയിരിക്കുകയാണ്, ഇരുട്ടിൽ നിന്നും സാത്താന്റെ അവകാശത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് നമ്മളെ വീണ്ടെടുത്തു യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ഇനിയിപ്പോ സാത്താന് അവന്റെ രാജ്യത്തിന്റെ ശക്തിക്ക് നമ്മുടെ മേൽ അധികാരമില്ല. നമ്മൾ ആ രാജ്യം വിട്ടു ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. പാപത്തിന്റെ അവകാശമില്ല. എങ്ങനെയാണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. യേശു ക്രൂശിൽ തന്റെ രക്തം നൽകിയത് തന്റെ ജീവനെയാണ്. മരണം വഴിയായിട്ടാണ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായത്. പാപശക്തിക്ക് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അതുകൊണ്ടാണ് അഡിക്ഷൻ ശക്തികളൊക്കെ നമ്മളെ വിട്ട് പോകുന്നത്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിന് രക്തം കൊണ്ട് കഴുകപ്പെടുമ്പോൾ അഡിക്ഷനുകൾ നമ്മളെ വിട്ട് മാറിപ്പോകുന്നു. പാപത്തിന്റെ അഡിക്ഷനുകൾ മാറിപ്പോകുന്നു. രോഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. രോഗത്തിന്റെ അടിമത്തം. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 2:24 എഴുതിയിരിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16-ാം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അതെ, നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം. എങ്ങനെയാണ് സൗഖ്യം? യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ക്രൂശിൽ ചിന്തിയതുകൊണ്ട്. അപ്പോൾ ഇനി ആ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവന് രോഗം ഇനി അവനെ അടിമപ്പെടുത്താൻ പറ്റുകയില്ല. ഇനി യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന വ്യക്തിയാണ്. നിങ്ങളെ പാപമാണ് അവകാശം പറയുന്നതെങ്കിൽ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുമ്പോൾ പാപത്തിന്റെ അവകാശം മാറി. ഇനി യേശുവിന്റെ അവകാശമാണ്. 1 യോഹന്നാൻ 1:7 എഴുതിയിരിക്കുന്നത്, അവന്റെ പുത്രമായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല, പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല.
റോമാലേഖനം 6 പറഞ്ഞത്, നമ്മൾ യേശുവിന്റെ കൃപയിൽ വിശ്വസിച്ച് യേശുവിൽ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നപ്പോൾ ഇനി പാപത്തിന് നമ്മൾ കർത്തൃത്വമേ ഇല്ല. പാപത്തിന് നമ്മൾ അടിമകളല്ല. നമ്മൾ നീതിക്ക് ദാസന്മാരായി മാറി. ഹല്ലേലൂയ. നമ്മുടെ അവയവങ്ങൾ കർത്താവിന്റെ വകയായി മാറി. പാപമല്ല ഇനി നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ രക്തമാണ് നമുക്ക് വേണ്ടി അതിന് പ്രായശ്ചിത്തമാണ് നൽകിയത്. യേശുവിന്റെ രക്തം മരണത്തിന്റെ ശക്തികൾ നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാ വീടുകളിലും സംഹാരകൻ കയറി ഇറങ്ങി ആദ്യം ജനിച്ചിരിക്കുന്ന സകലത്തെയും കൊന്നുകളഞ്ഞു, കടിഞ്ഞൂലുകളെ സംഹരിച്ചു. ദൈവം ഇസ്രായേൽ ജനത്തിനോട് മാത്രം പറഞ്ഞു, എന്റെ ജനം, നിങ്ങളുടെ വീട്ടിൽ ഒരു ഊനമില്ലാത്ത ആടിനെ എടുത്ത് അറുത്തിട്ട് അതിന്റെ ചോര നിങ്ങളുടെ വീടിന്റെ കട്ടളമേലും അതിന്റെ കുറുമ്പടിമേലും നിങ്ങൾ പുരട്ടണം. സംഹാരകൻ വരുമ്പോൾ ആ രക്തം അടയാളം കാണുന്ന വീടുകളിൽ കയറില്ല, അവിടെ മരണം നടക്കില്ല. ഇസ്രായേൽ ജനം അത് ചെയ്തു. അവരുടെ വീട്ടിൽ മരണം ഉണ്ടായില്ല. ബാക്കി എല്ലാ വീടുകളും, രക്തം അടയാളം ഇല്ലാത്ത സകല വീടുകളിലും മരണം ഉണ്ടായി. ഹല്ലേലൂയ. അത് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമുക്ക് മറുവിലയായി തീർന്നതും നമ്മുടെ മരണം മാറ്റിയത്. യേശുവിന്റെ രക്തം നമ്മുടെ മരണം മാറ്റുകയാണ്. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരേക്ക് വിടുവിച്ചെന്നാണ് എബ്രായലേഖനം 2:14 പറയുന്നത്. അതിന്റെ അർത്ഥം മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. മരണത്തിന് ഇനി നമ്മുടെ മേലെ കർത്തൃത്വമില്ല. യേശുവിന്റെ രക്തത്താൽ ദൈവം നമുക്ക് ജയം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നത് പിശാചിനെ ജയിക്കുകയാണ്. പിശാചിനെ ജയിച്ചു. അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ. പിശാചിനെ ജയിക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തം, യേശുവിന്റെ രക്തം കൊണ്ട് പിശാചിനെ നാം ജയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ശാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സാത്താന്റെ അധികാരങ്ങളിൽ നിന്നൊക്കെയും യേശുവിന്റെ രക്തമാണ് നമ്മെ വിടുവിച്ച് വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ രക്തം നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത രക്തമാണ്. ആമേൻ. ഹല്ലേലൂയ. എബ്രായലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ അത്ര എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിലൂടെ യേശു സാധിച്ചെടുത്തത്. സ്വന്തം രക്തത്തിലൂടെ, മൃഗങ്ങളെ ബലി കൊടുത്തിട്ടല്ല നമുക്ക് രക്ഷ നൽകി. യേശു തന്റെ സ്വന്തം രക്തം. ഹല്ലേലൂയ. ആമേൻ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, യേശു ദേഹമെന്ന തിരശ്ശീല കീറി അവിടെ രക്തം തളിച്ച്, അത് സമാഗമന കൂടാരമായുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ ഒരു തിരശ്ശീലയുണ്ട്. അത് മഹാപുരോഹിതന്മാർക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതില് ഒരു മഹാപുരോഹിതൻ തന്റെയും ജനത്തിന്റെയും പാപങ്ങൾ പരിഹാരമായി ഒരു ആടിനെ യാഗം കഴിച്ചതിന്റെ രക്തവുമായിട്ടാണ് അകത്തേക്ക് കയറേണ്ടത്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. അതിന് തിരശ്ശീല തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ തിരശ്ശീല മാറ്റിക്കൊണ്ട് മഹാപുരോഹിതൻ അകത്തേക്ക് കയറണം. അവന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് രക്തം പിടിച്ചുകൊണ്ട് അകത്ത് കയറി അതിപരിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളുടെ മേലൊക്കെ ഈ രക്തം തളിക്കണം. കാരണം പ്രായശ്ചിത്ത രക്തം തളിച്ച് വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്, യേശു ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി കീറി. ഇനി ആ തിരശ്ശീല കീറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർക്കും അങ്ങോട്ട് കയറിച്ചല്ല. ആ രക്തം നമ്മുടെ പേരും തളിക്കുകയാണ്, സകലരുടെ പേരും തളിക്കുക, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, യേശുവിന്റെ രക്തത്താൽ ജയം. പിശാച് അവിടെ നിൽക്കില്ല, പാപം അവിടെ നിൽക്കില്ല, ശാപം അവിടെ നിൽക്കില്ല, രോഗം അവിടെ നിൽക്കില്ല. എല്ലാ ദുഷ്ട അവകാശങ്ങളും നമ്മളെ വിട്ട് മാറിപ്പോകും. യേശുവിന്റെ രക്തത്താൽ ജയം. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന, അവൻ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതെ, വീണ്ടെടുപ്പിന്റെ ദിവസമായി മാറട്ടെ. എൻ്റെ യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഭയപ്പെടണ്ട, പേടിക്കണ്ട. കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് സംസാരിക്കുകയാണ് യേശുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ എന്ന് പറഞ്ഞാൽ ഹാബേലിന്റെ ചോരയല്ല, ഹാബേൽ അർപ്പിച്ച ആടിന്റെ രക്തമുണ്ടല്ലോ, അത് മനുഷ്യന് വേണ്ടി അന്ന് ദൈവം പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പഴയ നിയമത്തിന്റെ രക്തമാണ്. പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തം കൊണ്ടാണ് അവരുടെ പാപം മറയ്ക്കപ്പെട്ടത്. എന്നാൽ ആ ഹാബേൽ മുതൽ അർപ്പിച്ച യാഗത്തിന്റെ ആ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശു ക്രിസ്തു താൻ അർപ്പിച്ച രക്തം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം
ആമേൻ. അത് ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കും. യേശുവിന്റെ രക്തം പിതാവിന്റെ അടുക്കൽ ഇന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. നമ്മൾ യേശുവിന്റെ രക്തം അതിൽ ആശ്രയിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ആ വചനത്തെ വിശ്വസിക്കുകയാണ്. യേശുവിന്റെ രക്തത്താജ്യം, യേശുവിന്റെ രക്തത്തിന്റെ ജീവനും ശക്തിയും വിടുതലും വീണ്ടെടുപ്പും അനുഭവിക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ പിശാച് അടിമപ്പെടുത്തിയിരിക്കുന്ന സകല പ്രവണതകളിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും, കടഭാരങ്ങളിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും, ഇങ്ങനെ സകല പിശാചിന്റെ സ്വഭാവങ്ങളിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും ഈ മക്കൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ, മോചിതരായി മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിന്റെ രക്തത്തിന്റെ വിടുതലെല്ലാം നിലയിൽ അനുഭവിക്കട്ടെ, അതിന്റെ സ്വസ്ഥത അനുഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് യേശുവിന്റെ രക്തം സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരും. നിങ്ങൾ വിശ്വസിക്കുക, കുറെ പേർക്ക് സന്ദേശം അയക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് ഡേ.